റെഡിയല്ലേ? റെഡിയല്ലേ? സംഭവം സെറ്റാണ്, എല്ലാം റെഡിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ പോകാം. ഹലോ ഗൈസ്, അപ്പോൾ പരീക്ഷ കഴിഞ്ഞ് ഇനി 10 ദിവസമുണ്ട്. അപ്പോൾ പരീക്ഷ ആ ദിവസം തന്നെയാണ് ഞാൻ ഇന്ന് വീഡിയോക്ക് പുറപ്പെട്ടു. അപ്പോൾ ഞാൻ വീട് എടുക്കാൻ നേരത്താണ് എൻ്റെ ടേബിൾ ശ്രദ്ധിക്കണം. അലങ്കുപോലെയായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇതൊന്നും നല്ല അലങ്കുപോല ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കലാണ് ഇന്നത്തെ പണി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എൻ്റെ ഈ സ്റ്റാൻഡില്ലേ അത് കാണാനില്ല, പരീക്ഷയൊക്കെ ഉണ്ട് കാണില്ല. ഞാൻ ആ ഒരു ടേപ്പിൻ്റെ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വീണു. പിന്നെ എനിക്ക് ആ സംഭവം കിട്ടിയിട്ടോ, അത് സന്തോഷമായി. പിന്നെ ഇത് വെച്ചു. പിന്നെ 2 സംഭവം ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ സൈഡിലായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഈ സംഭവം മറ്റേ ആൽക്കഹോൾ മാർക്കേഴ്സ് അതൊന്നും മരിക്കൊന്ന് വൃത്തിയാക്കാൻ വെച്ചു. അപ്പോൾ അത് മരിക്കുന്നുണ്ടെങ്കിൽ ഈ ആൽക്കഹോൾ മാർക്കേഴ്സ് ഞാൻ വയ്ക്കുമ്പോൾ അപ്പോൾ പോകും. പിന്നെ ഞാൻ പരീക്ഷയുടെ ടൈമിൽ ഉണ്ടാക്കിയ സംഭവം അത് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റില്ല, ടൈം കിട്ടുന്നുണ്ടായി. ഇതിങ്ങനെ തുറക്കാൻ പറ്റും. സംഭവം ഒരു ഫോണിൻ്റെ പെട്ടിയായിരുന്നു, അതിൻ്റെ ഒരു മേക്ക് ഓവർ ചെയ്തതാണ്. പിന്നെ ഇത് പിങ്ക് കളറാക്കാനാണ് ഞാൻ നോക്കി. പിങ്ക് ആക്കി അത് വൈൻ കളറായി, പിങ്കായി, എല്ലാം കളേഴ്സും മിക്സ് ആയി. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പരീക്ഷയുടെ മുമ്പ് വരച്ച ഫോട്ടോ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോ, ഒരു ക്യാച്ചിനായിരുന്നു. പിന്നെ ഈ പെട്ടി മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് വെക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ ഒരു പോർഷനിലെല്ലാം വെക്കാമെന്ന് വെച്ചിട്ട് അവിടെ മാത്രം ഇങ്ങനെ വീട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാനത് അവിടേക്ക് വെച്ചു. പിന്നെ ഇത് ഞാൻ ഹാരി പോട്ടറിൻ്റെ കയ്യിലുള്ള ആ ഒരു മാജിക് സ്റ്റിക്കിന് വരച്ചതാണ്, അല്ല ഉണ്ടാക്കിയതാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല. ഈ സംഭവം ഞാൻ ടേബിളിൽ വെക്കണില്ല, അതിന് പകരം ഞാൻ ഈ സംഭവമാണ് വെക്കണേ. ഇത് രണ്ടും ഒരേതാണ്. ഞാനത് മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാമെന്ന് വെച്ചിട്ട് വെച്ചതാണ്. പിന്നെ ഈ സംഭവം ഞാൻ എൻ്റെ ടേബിളിൽ വെച്ച്. പിന്നെ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ കയ്യിൽ ഹാരി പോട്ടറിൻ്റെ ഹെർമിനി ഉണ്ടായിരുന്നു. ഹെർമിനിക്ക് കിൻഡർ ജോയിന്ന് കിട്ടിയ സംഭവം കേട്ടോ. അപ്പോൾ ഇതിൽ ക്ലിയറായിട്ട് കാണില്ലെങ്കിലും സംഭവം കാണുമ്പോൾ അറിയില്ലാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ടേബിളിൽ എന്തൊക്കെയോ പഴയ ജീവികൾ ചത്ത് കിടക്കുന്നുണ്ട്. അത് ഞാൻ ഇപ്പോഴും എനിക്ക് കാണുന്നുണ്ട് ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുമ്പോൾ. അപ്പോഴാണ് എനിക്ക് ശരിക്കും എൻ്റെ എന്തോ പോലെ തോന്നി. അപ്പോൾ ഇനി പാർട്ട് 2 നമുക്ക് കാണാം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.